റൂൾ ഓഫ് 10. വാട്ട് ആർ ദ കോസസ് ഓഫ് ഡിലേയ്ഡ് മെൻസസ്? എന്തുകൊണ്ടാണ് മെൻസസ് ലേറ്റ് ആകുന്നത്? ഏജ്. നമുക്ക് മെൻസസ് ആദ്യം തുടങ്ങുന്നതിന് ഒരു 14-13 വയസ്സിൽ തുടങ്ങുന്ന മെനാർക്കി എന്ന് പറയും. മെനാർക്കി മെൻസസ് തുടങ്ങിക്കഴിഞ്ഞാൽ 2-3 വർഷത്തേക്ക് മെൻസസ് ഡിലേഡ് ആയിട്ട് വരാം. റെഗുലറൈസ് ചെയ്യണമെന്നില്ല. വേറൊരു കോസാണ് മെനോപോസ് എന്ന് പറയുന്നത്. മെനോപോസ് എന്ന് പറയുന്നത് നമുക്ക് മെൻസസ് ഒരു വർഷമില്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ലേറ്റ് മെനോപോസ് അല്ലെങ്കിൽ പ്രീ മെനോപോസ്, പെരി മെനോപോസ്, ഈ സമയങ്ങളിലൊക്കെ മെൻസസ് ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ട് ഈസ്ട്രജൻ്റെയും പ്രൊജസ്റ്ററിൻ്റെയും കുറവ് കൊണ്ട് ഡിലേഡ് ആയിട്ട് വരാം. പിന്നെ പ്രീമച്ചർ ഓവേറിയൻ ഫെയിലിയർ, ഓവറിക്ക് ഓട്ടോഇമ്മ്യൂൺ ഡിസീസോ അല്ലെ ജനറ്റിക് ഡിസീസോ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഓവറിയുടെ ഫങ്ഷൻ നിന്നാലും മെൻസസ് ഡിലേ ചെയ്യാം. അതുപോലെ സർജിക്കലായിട്ട് ഓവറി റിമൂവ് ചെയ്താലും മെൻസസ് ആബ്സെൻ്റ് ആയിട്ട് വരാം, മെനോപോസ് പോലെ വരാം. വേറൊരു കോസാണ് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറയുന്ന ക്രോണിക് സ്ട്രെസ്സിൽ വരുമ്പോൾ കോർട്ടിസോൾ കൂടിയിട്ട് ഹോർമോണൽ ഇംബാലൻസ് ബ്രെയിനെ അഫക്റ്റ് ചെയ്തിട്ട് ഡിലേഡ് മെൻസസ് വരാം. എക്സർസൈസ്, റാഷ് എക്സർസൈസ്, അഡലൻസിലൊക്കെ മെൻസസ് ഡിലേഡ് ആയിട്ട് വരാം. വെയിറ്റ്, ഡയറ്റ്. വെയിറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് വെയിറ്റ് കൂടുക, ഒബിയസിറ്റി, ഹോർമോൺ ഇംബാലൻസ്, അതുപോലെ തന്നെ സഡൻ ആയിട്ട് വെയിറ്റ് കുറയുക. പിന്നെ വേറെ ഒന്നാണ് ഫിസിയോളജിക്കലായിട്ട് പ്രഗ്നൻസി പോലെ തന്നെ മെൻസസ് ഇല്ല. ലാക്ടേറ്റിംഗ് മദർ മെൻസസ് ഇല്ല. അതുപോലെ തന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ്, ബർത്ത് കൺട്രോൾ പിൽസ് കഴിക്കുമ്പോൾ മെൻസസ് ഡിലേ വരും. ആ സമയത്തും ചെയ്യാം, അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും അത് ഇഞ്ചക്ഷൻസ്, പ്രൊജസ്ട്രോൾ പിൽസ്, ഇത് ഏതെടുത്താലും മെൻസസ് ഡിലേ ആയിട്ട് വരാം. ക്രോണിക് ഡിസീസസ് അല്ലെങ്കിൽ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന പിറ്റ്യൂട്ടറി ട്യൂമർ, അതാണ് പ്രൊലാക്റ്റിൻ ലെവൽ കൂടുക, ഹൈപ്പർ പ്രൊലാക്റ്റിൻ. അതുപോലെ തന്നെ തൈറോയിഡ് കൂടിയാലും അങ്ങനെ വരാം, കുറഞ്ഞാലും അങ്ങനെ വരാം. അതുപോലെ തൈറോയിഡ് ഡിസോർഡർ എടുക്കുന്ന ഡ്രഗ്സ് ഇങ്ങനെ ഉണ്ടാക്കാം. എൻ്റെ അഡ്വൈസ്, ഞാൻ ഈ പറഞ്ഞ കോസസ് ഇതിൽ എന്തെങ്കിലും ഇത് കോസ് കണ്ടുപിടിച്ചിട്ട് നിങ്ങളൊരു നല്ല ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്.